ഓക്കെ, നമ്മളിപ്പം എന്താണ് ഐ എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ് തന്നെയാണ് അല്ലേ. നിങ്ങളിപ്പോൾ ബയോളജി ലാബിലും ഫിസിക്സ് ലാബിലൊക്കെ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കാണും. മൈക്രോസ്കോപ്പ് തന്നെ രണ്ട് ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. ഇത് രണ്ടും നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. ഇതിനകത്ത് വരുന്ന ഇമേജ് ഫോർമേഷനും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് ഇമേജ് കിട്ടുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ എന്തിനാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും അന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും സ്മോൾ ഒബ്ജക്ട്സിനെയും മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഡിവൈസാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. മനസ്സിലായി. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ചെറിയ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ ഫിഗർ നമ്മൾ മോളിൽ നിന്ന് നമ്മൾ മൈക്രോസ്കോപ്പൊക്കെ സാധാരണ നമ്മൾ ഒരു ഐ പീസ് ലെൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ലെൻസിൽ കൂടെ നമ്മൾ നോക്കിയിട്ട് ഒബ്ജക്റ്റ് താഴെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊരു ഇമേജ് കിട്ടും അല്ലേ. ഇതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ തീരെ ചെറുതായിട്ടുള്ള ഒബ്ജക്ട്സിന് നമുക്കൊരു ക്ലിയർ ഇമേജ്, അതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലിയർ ഇമേജ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷനോടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നോട്ടിൽ അങ്ങനെ കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫിഗർ ഞാനിവിടെ കാണിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഇമേജ് ഫോർമേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഒരു കോൺവെക്സ് ലെൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സി എന്ന് പറയുന്ന ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒ ബി എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ലേ. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ആ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചോ? അതായത് ഈ കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായി. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻ. അപ്പോൾ ആ ലൈനിൽ തന്നെ രണ്ട് ഫോക്കസ് വരച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലെൻസ് അല്ലേ. ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഫെരിക്കൽ സർഫസസ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഫോക്കസ് എഫും എഫ് ഡാഷും വരച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിൽ നമ്മൾ എപ്പോഴും അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ തിയറി പ്രകാരം നമ്മുടെ ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിലല്ലേ കീപ്പ് ചെയ്യുക. അപ്പോൾ അതേപോലെ നിങ്ങൾ വരയ്ക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്തു. ഒബ്ജക്റ്റ് ഒ ബി ലെഫ്റ്റ് സൈഡിൽ വെച്ചു. ആ വെക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒബ്ജക്റ്റ് കീപ്പ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ഫോക്കസ്. മനസ്സിലായോ? ലെഫ്റ്റ് സൈഡിലുള്ള ഫോക്കസിൻ്റെയും അതേപോലെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിലായിരിക്കണം ഒബ്ജക്റ്റ് കീപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായി. അങ്ങനെയാണ് ഇവിടെ പൊസിഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡ്രോയിങ് ഇതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇമേജ് കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. കണ്ടോ? ഇമേജ് ഫോർമേഷൻ കണ്ടോ? റേ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഒരു ഐ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? ഒരു ഐ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ ഐയിലാണ് നമ്മൾ കണ്ണ് വെച്ച് നമ്മുടെ കണ്ണാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണ് നമ്മൾ ഏതിൽ കൂടെ നോക്കുന്നത്? അതായത് നമ്മുടെ കോൺവെക്സ് ലെൻസിൽ കൂടെ നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ ലെൻസിൽ നമുക്ക് ആ ലെൻസിലൂടെ നമ്മുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് അതേ സൈഡിൽ തന്നെ, മനസ്സിലായോ? ലെഫ്റ്റ് സൈഡിൽ തന്നെ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതേ സൈഡിൽ തന്നെ നമുക്കൊരു മാഗ്നിഫൈഡ് ഇമേജാണ് കിട്ടുന്നത്. IM എന്ന് പറയുന്നതാണ് ഇമേജിൻ്റെ സൈസ്. മനസ്സിലായോ? IM നോക്കി ഒ ബിനെ അപേക്ഷിച്ച് എത്രയോ വലുതാണ് അല്ലേ. അപ്പോൾ അത് മാഗ്നിഫൈഡ് ഇമേജാണ്. സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റിലാണ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ഇത് ശരിക്കും ഈ റേസ് ഒ ബിയിൽ നിന്ന് വരുന്ന റേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ലെൻസിലോട്ട് പാസ് ചെയ്തു, ലെൻസിലോട്ട് എൻ്റർ ചെയ്തു, പിന്നെ അത് അവിടെ നിന്ന് കണ്ണിലേക്ക് എത്തുന്നു. പക്ഷെ ഒരിക്കലും ആ റേസ് റിയലി അവർ മീറ്റ് ചെയ്യുന്നില്ല. റേ ഫോർമേഷൻ കണ്ടാൽ തന്നെ അറിയാം. ബട്ട് അപ്പിയേഴ്സ് ടു ബി മീറ്റാണ്. മനസ്സിലായോ? മീറ്റ് ചെയ്യുന്നത് പോലെ തോന്നുകയാണ് നമ്മുടെ കണ്ണിന്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ടൈപ്പ് ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജാണ്. മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡോട്ട് ഇട്ടിട്ടാണ് റേ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. റേസ് വരച്ചിരിക്കുന്നത് ഡോട്ട് ഇട്ടിട്ടാണ്, യെല്ലോ കളറിൽ. അതായത് ഈ റേ പാസ് ചെയ്യുന്ന ലെൻസിൽ നിന്ന് പുറത്ത് വരുന്ന റേ ഉണ്ടല്ലോ, അതിൻ്റെ ഡയറക്ഷന് അതിൻ്റെ ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു.
എക്സ്റ്റെൻഡ് ചെയ്ത് ഡോട്ട് ഇട്ടിട്ട് വരച്ചിട്ട് അവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് എം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു അല്ലേ. ആ മീറ്റിംഗ് പോയിന്റിലാണ്, അതായത് അപ്പിയേഴ്സ് ടു ബി മീറ്റ് ആണ്, അപ്പിയേഴ്സ് ടു മീറ്റ് ആണ് എന്ന് വെച്ചാൽ അത് നമുക്ക് മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നതാണ്. അങ്ങനെയാണ് കണ്ണിന് അല്ലെ എന്താണ് കണ്ണിന് ഒരു വെർച്വലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു എഫക്റ്റാണ് വരിക. അതുകൊണ്ട് തന്നെ വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആണ്, വെർച്വൽ ഇമേജ് ആണ്, സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഏത് സൈഡിലാണോ അതിൻ്റെ സെയിം സൈഡിലായിരിക്കും സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കിട്ടുന്ന ഇമേജ്. മനസ്സിലായോ? അപ്പോൾ വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ IM എന്താണ് ഇമേജ്, OB ഒബ്ജക്റ്റ്. പിന്നെ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്നും സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് U, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. അതേപോലെ ഇമേജ് ഡിസ്റ്റൻസ് IM, അതായത് ഇമേജ് IM ആണല്ലോ, IM-ൽ നിന്ന് ഒപ്റ്റിക് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ പക്ഷേ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വേണം എടുക്കാൻ. അക്കോർഡിംഗ് ടു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ തിയറി പ്രകാരം നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? പോളിൽ നിന്നായിരിക്കണം. ഇവിടെ പോളല്ല, ഇവിടെ ഒപ്റ്റിക് സെൻറ്റർ ആണ്. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ ഒപ്റ്റിക് സെൻറ്റർ ടു IM വരെയാണ് ഇമേജ് ഡിസ്റ്റൻസ്. അതേപോലെ ഒപ്റ്റിക് സെൻറ്റർ ടു ഒബ്ജക്റ്റ് വരെയുള്ളതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ U എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് D എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫിഗറിൽ. നമ്മൾ സാധാരണ ഇമേജ് ഡിസ്റ്റൻസ് V ആണല്ലോ മാർക്ക് ചെയ്യാറ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് D വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസിന് അതിനാണ് എന്ത് പറയുക, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിലേക്ക് ലെൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്താ പറയുക, അതിൽ തന്നെ ഉണ്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ നോബുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ഇമേജ് കിട്ടുന്നത് വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ ആ ഇമേജ് ഡിസ്റ്റൻസിനെ നമ്മൾ V എന്നല്ല റെപ്രസെൻറ്റ് ചെയ്യുക, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ ക്യാപിറ്റൽ D എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ ഏതാണ്? ക്യാപിറ്റൽ D ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഡയഗ്രാം വരച്ച് ഇതെല്ലാം അതിനകത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ. നമുക്ക് ഇനിയിപ്പം റേ ഡയഗ്രാം വരച്ച് നമ്മൾ ഇമേജ് ഫോം ചെയ്തു, ഒരു വെർച്വൽ ഇമേജ് ആണ് കിട്ടുന്നത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് ഏത് മൈക്രോസ്കോപ്പായാലും നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നിഫൈഡ് ഇമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണണം. മനസ്സിലായോ? അപ്പോൾ മാഗ്നിഫിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് മാഗ്നിഫിക്കേഷൻ്റെ ഡെറിവേഷനിലോട്ട് പോവാം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് എഴുതുക. ഇത് തന്നെയാണ് അതിൻ്റെ സ്റ്റെപ്സ്, താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്സ് തന്നെയാണ്. ഡിറൈവ് ചെയ്ത് നോക്കാം. അത് നിങ്ങൾ ഇതേപടി കോപ്പി ചെയ്യുക കേട്ടോ നോട്ടിലേക്ക്. ഓക്കെ. അപ്പോൾ M ഈക്വൽ ടു എന്താണ്? ജനറൽ എക്സ്പ്രഷൻ എന്താ? V/U. ദെൻ M ഈക്വൽ ടു V/U. ബട്ട് 1/U ഈക്വൽ ടു എന്താ നമുക്ക് അതറിയാമല്ലേ? 1/U നമ്മൾ ലെൻസ് ഫോർമുല നമുക്ക് ഓർമ്മയില്ലേ? 1/U ഈക്വൽ ടു 1/V മൈനസ് 1/F. നമ്മൾ 1/F ആണ് പഠിച്ചിരിക്കുന്നത്, അതിൽ നിന്ന് 1/U എടുക്കാമല്ലോ. അപ്പോൾ 1/U ഈക്വൽ ടു 1/V മൈനസ് 1/F. ഓക്കെ. ഇനി അതിന് V കൊണ്ട് നമ്മൾ എല്ലാ ടൈമിനെയും V വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ M ഈക്വൽ ടു എന്താണ് 1, അതായത് V വെച്ച് മൾട്ടിപ്ലൈ ആണ് എന്തിനാണ്? കാരണം എമ്മിൻ്റെ ഇക്വേഷൻ എന്താ? V/U ആണല്ലോ. അപ്പോൾ 1/U ഇൻറ്റു V ആണല്ലോ V/U. മനസ്സിലായോ? അതായത് M എന്ന് പറയണത് V/U, ദെൻ V ഇൻറ്റു 1/U ആണ് M. മനസ്സിലായി? അപ്പോൾ 1/Uൻ്റെ ഇക്വേഷൻ നമ്മൾ ലെൻസ് ഫോർമുലയിൽ നമ്മൾ എഴുതി വെച്ചു. സോ M ഈക്വൽ ടു V ഓഫ് 1/V മൈനസ് 1/F ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ 1 മൈനസ് V/F എന്ന് വരും. വിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ V/V മൈനസ് V/F എന്ന് വരും. സോ V/V എന്ന് പറയുമ്പോൾ 1 അല്ലേ, അപ്പോൾ 1 മൈനസ് V/F. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ഫോമിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ കൺവെൻഷൻ തിയറിയും കൂടെ അപ്ലൈ ചെയ്യണം. എന്താ സൈൻ കൺവെൻഷൻ തിയറി? അക്കോർഡിംഗ് ടു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ തിയറി എന്തായിരിക്കണം? ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം അല്ലേ. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെ ഉണ്ട്? അതായത് വിയും എഫും ആണ് നമുക്ക് ഈ എമ്മിൽ വന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ വിൻ്റെയും എഫിൻ്റെയും ഡിസ്റ്റൻസ് നോക്കണം. വി എന്ന് പറയുന്നത് ഇവിടെ D ആണ്. മനസ്സിലായോ? വി എന്ന് പറയുന്നത് D ആണ്. അപ്പോൾ D ഏത് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ. സോ അപ്പോൾ എന്തായിരിക്കും വിയുടെ ഡയറക്ഷൻ? നെഗറ്റീവ് അല്ലേ. വിയുടെ
വി വരുന്ന സൈൻ നെഗറ്റീവ് സൈനാണ്. ഓക്കെ, ഇനി എഫ് നോക്കിക്കഴിഞ്ഞാലോ, അതായത് പ്രിൻസിപ്പൽ എന്താണ് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത്തും ഈസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത്തിൻ്റെ വെർച്വൽ ഇമേജ് അല്ലേ? വെർച്വൽ ഇമേജ് ആകുമ്പോൾ എഫ് എന്തായിരിക്കും? എന്താ പോസിറ്റീവ്. സോ ഇത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം ഈക്വൽ ടു 1 മൈനസ് ഓഫ് വി ബൈ എഫ് ദെൻ 1 + വി ബൈ എഫ് എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? ഡി കൊടുക്കാം. ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ ഡി അല്ലേ? സോ എം ഈക്വൽ ടു 1 + ക്യാപിറ്റൽ ഡി ബൈ എഫ് എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് ഇനിയൊരു കണ്ടീഷൻ എഴുതുകയാണെങ്കിൽ, കണ്ടീഷനായിട്ട് അപ്ലൈ ആണെങ്കിൽ, ഇഫ് ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഇതൊരു കണ്ടീഷനാണ്. അതായത് ഇതിപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത് അല്ലേ? ഇനിയിപ്പോൾ മെഷർ ചെയ്യാൻ പറ്റാത്തൊരു ഡിസ്റ്റൻസ് ആണെങ്കിലോ, എന്ന് വെച്ചാൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഇക്വേഷൻ മാറും. എം ഈക്വൽ ടു ഡി ബൈ എഫ് എന്ന് ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. എം ഈക്വൽ ടു ഡി ബൈ എഫ്, മറ്റത് എം ഈക്വൽ ടു 1 + ഡി ബൈ എഫ്. ഇതെല്ലാം ഒരു കോളത്തിനകത്ത് ഇടുക. ഓക്കെ.